എന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചു പറഞ്ഞു, നീ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കണം. മോന്റെ കാര്യത്തിലൊരു പേടിയുണ്ട്. കൊച്ചിനെ വളർത്തണ്ടേ, എന്നെ പീഡിപ്പിച്ചു എന്ന് എന്നെ മോശമായിട്ട് പറഞ്ഞ് എന്നെ കേസ് എടുക്കും ആരെങ്കിലും. എന്നെ ഇത്രയും മോശമായിട്ട് പറഞ്ഞാൽ അവരെയൊക്കെ എതിരെ ആരാണ് കേസെടുത്തത്? ഭീഷണിയുണ്ട്. അവര് പറഞ്ഞില്ലെങ്കിൽ പോലും എന്റെ കൂട്ടുകാരന്മാർ പാർട്ടിയിലുള്ള പയ്യന്മാരുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്, യൂണിവേഴ്സിറ്റി IT-യിലാണ് പഠിച്ചത്. അപ്പൊ എന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചു പറഞ്ഞു, നീ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കണം. ഇപ്പൊ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നോണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. നീ എന്തായാലും ഒരു കേസ് കൊടുത്ത് നീ സേഫ്റ്റി ആവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭീഷണിയുണ്ട്. നേരിട്ട് വിളിച്ചു പറഞ്ഞോ? ഭീഷണിയുണ്ട്. നേരിട്ട് ആരെങ്കിലും വിളിച്ചു പറയോ? ഇപ്പൊ ഈ വിഷയം നടക്കുന്നുണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്യുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവര് നേരിട്ട് വിളിച്ചു പറയില്ല. പല വഴി കൂടെയും വരുന്നുണ്ട് കോള്. പേടിയുണ്ടോ? പേടിയുണ്ടായിട്ട് കാര്യമില്ലല്ലോ. എന്നായാലും മരണം ഉണ്ടാവില്ല. പേടിക്കൊന്നുമില്ല. കേസിന്റെ രീതിക്ക് തന്നെ പോകും. പേടി ഭയമൊന്നും ഇല്ല. പിന്നെ മോന്റെ കാര്യത്തിലൊരു പേടിയുണ്ട്. കൊച്ചിനെ വളർത്തണ്ടേ, അങ്ങനെ ഒരു പേടി. മോനെ വളർത്തണ്ടേ. മേയർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. മുന്നോട്ട് പോവുക തന്നെ. എന്നെ എത്രയും നാണം കെടുത്ത സ്ഥിതിക്ക് ഞാൻ ഇനി മുന്നോട്ടില്ല, മുന്നോട്ട് തന്നെ കേസിന്റെ രീതിക്ക് തന്നെ പോകുള്ളൂ. അവർക്ക് മാത്രമല്ലല്ലോ സ്ത്രീത്വം എന്ന് പറയുന്ന കാര്യം അവർക്കുണ്ടാവും. അവരെ മോശമായിട്ട് പറഞ്ഞെന്നല്ലേ ലൈംഗിക അതിക്രമം കാണിച്ചു. എന്നെ പീഡിപ്പിച്ചു എന്ന് എന്നെ മോശമായിട്ട് പറഞ്ഞ് എന്നെ കേസെടുക്കും ആരെങ്കിലും. എന്നെ ഇത്രയും മോശമായിട്ട് പറഞ്ഞാൽ അവരെയൊക്കെ എതിരെ ആരാണ് കേസെടുത്തത്? എന്നെ ഇത്രയും വ്യക്തിഹത്യ ചെയ്തിട്ട് അവർക്ക് എന്താണ് ഉണ്ടായത്? അപ്പോൾ അതിന് എന്തായാലും ഞാൻ പ്രതികരിക്കും, നല്ല രീതിയിൽ പ്രതികരിക്കും. മറ്റേ കേസ്, ആദ്യത്തെ കേസ് ഇവർ പറഞ്ഞില്ലേ പീഡന കേസെന്ന്, അത് കോടതിയിൽ പോയി വെറുതെ വിട്ടില്ലേ? അതേപോലെ ഞാൻ പ്രതികരിച്ച് ഇതിന്റെ വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും. അത്രയും.